ചരിത്രം. നബിക്ക് എല്ലാ നിലക്കും വെല്ലുവിളി ഉയർത്താനുള്ള, ഭീഷണിപ്പെടുത്താനുള്ള, ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നബിയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ജനത, അൽ അമീൻ എന്ന് നബിയെ വിളിച്ചിരുന്ന ആളുകളാണ് നബിയെ വെറുക്കാൻ മുന്നോട്ട് വന്നത്. നബിയുടെ കുടുംബക്കാരാണ്, അടുത്ത കുടുംബങ്ങളിൽ നിന്നാണ് നബിക്ക് ഏറ്റവും അധികം ശത്രുത ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നബി അതൊന്നും വകവെക്കാതെ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. മദീനയിൽ നിന്ന് പലപ്പോഴും കാബാലയത്തിലേക്ക് കടന്നു വന്നിരുന്ന പല സഹോദരങ്ങളും അവരെ ഒരു പുണ്യ ഗേഹം നിലക്ക് മദീനയിലെ ആൾക്കാർ, വിവിധ നാടുകളിൽ നിന്ന് ആൾക്കാർ കാബാലയത്തിലേക്ക് വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ അടുക്കൽ വരുന്ന ആളുകളോട് ഈ ദാവത്ത് നടത്തും, അള്ളാഹുവിനെ പരിചയപ്പെടുത്തും. മിനായിൽ വരുന്ന ആൾക്കാരോട് അവിടെയും പോയി പരിചയപ്പെടുത്തും. അങ്ങനെ കുറെ ആളുകൾ നബി പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി. മദീനയിൽ വരുന്ന ആൾക്കാർ, പിറ്റത്തെ വർഷം ഈ പോയ ആളുകൾ അവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ ആളുകൾ ഇങ്ങനെ നബിയുടെ അടുക്കലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 70ഓളം ആളുകൾ മദീനയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു നല്ലൊരു പ്രബോധന പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്താണ് ഇത് തടയാനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നുള്ളത് ശത്രുക്കള് ആലോചിക്കുന്നത്. അങ്ങനെ ദാറുൻ നദുവയിൽ അവരുടെ